ഇടുക്കി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആരാധനാലയമാണ് തൊടുപുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. ആചാരപരമായും ചരിത്രപരമായും ഒരുപാട് സവിശേഷതകളുള്ള ക്ഷേത്രത്തിലേക്ക് നിരവധി വിശ്വാസികളാണ് ദിവസേന എത്തുന്നത്. കാണാം ആ വിശേഷങ്ങൾ ഇന്നത്തെ ദൈവമേ കൈതൊഴാമിലൂടെ. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അതിപ്രശസ്തമായ ക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കാളിന്തി പോലെ നഗരത്തെ തൊട്ടൊഴുകുന്ന തൊടുപുഴയാറിന്റെ തീരത്ത് കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യം കൊണ്ടും ചരിത്രം കൊണ്ടും സവിശേഷതകൾ കൊണ്ടും പ്രസിദ്ധമാണിവിടം. ഇടുക്കി ജില്ലയിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പുലർച്ചെ 2:30 നിവേദ്യവുമായാണ് പൂജാരി നട തുറക്കാറ്. സഹിക്കാൻ കഴിയാത്ത വിശപ്പുമായി നിൽക്കുന്ന ബാലകൃഷ്ണൻ പ്രധാന പ്രതിഷ്ഠയായതുകൊണ്ടാണ് നിവേദ്യം നട തുറക്കുമ്പോൾ കയ്യിൽ കരുതുന്നത്. 1500-ലേറെ വർഷങ്ങളുടെ ഐതിഹ്യവും കഥകളുമാണ് ഈ അമ്പലത്തിന് പറയാനുള്ളത്. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, ശിവൻ, പാർവതി, ദുർഗ, നാഗദൈവങ്ങളും കുടികൊള്ളുന്നു. പാർവതി ദേവിയുടെ നിത്യ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന ഭഗവതി സേവയ്ക്ക് പ്രാധാന്യമേറെയാണ്. കുട്ടികളുടെ രോഗശാന്തിക്കായി പുള്ളും പ്രാവും സമർപ്പിക്കുന്നത് ഇവിടെ മാത്രം കണ്ടുവരുന്ന വിശേഷപ്പെട്ട വഴിപാടാണ്. ഈ ക്ഷേത്രത്തിൽ ധാരാളമായി കുട്ടികളെ ചോറൂണിന് കൊണ്ടുവരുന്നത് പതിവാണ്. കൊച്ചു കുട്ടികൾക്കുണ്ടാവുന്ന ദീനങ്ങൾ അകറ്റുന്നതിനായി മാതാപിതാക്കൾ തൊടുപുഴ കണ്ണന് പുള്ളും പ്രാവും വഴിപാടായി നേരുന്നതും കുട്ടികളെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആ വഴിപാട് നടക്കൽ അർപ്പിക്കുന്നതും ഒരു പ്രത്യേകത ഉള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ആഗ്രഹിച്ച കാര്യം നേടാനും ഭഗവാനെ തൊഴാനുമായി നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ വരും, പ്രാർത്ഥിക്കും, വഴിപാട് കൊടുക്കും. എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹമാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് കാര്യങ്ങളും മനസ്സിൽ ആഗ്രഹിച്ചാലും നമ്മൾ പ്രാർത്ഥിച്ചാലും അത് നടത്തി തരുന്ന ഒരു ഭഗവാനാണ് തൊടുപുഴ കൃഷ്ണസ്വാമി. നഗരത്തിരക്കുകളുടെ മധ്യേ തലയെടുപ്പോടെ നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ശാന്താന്തരീക്ഷവും വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.